ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ പര്യടനം നടത്തിയ കോൺഗ്രസ് അംഗങ്ങളുടെ പരസ്യ പ്രസ്താവന വിലക്കി ഹൈക്കമാൻഡ്. വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വേണ്ട എന്ന ദേശീയ നേതൃത്വം. ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അനുകൂലിച്ച് നിലപാട് എടുത്ത പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, എന്തൊക്കെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റുള്ളവർക്ക്? ഓപ്പറേഷൻ സിന്ദൂറും ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ നിലപാടും വിശദീകരിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുള്ള സർവകക്ഷി സംഘത്തിൽ കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു. ഈ അംഗങ്ങളോട് പരസ്യ പ്രസ്താവനകൾ വേണ്ട, അതായത് ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്നൊരു പൊതുവായ നിർദ്ദേശമാണിപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവകക്ഷി സംഘത്തിന്റെ പര്യടനവും ഒപ്പം ഭാരതത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടുകളെയും എതിർക്കുന്ന സമീപനവും പ്രതികരണവുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള രാഹുൽ ഉൾപ്പെടെയുള്ളവർ പരസ്യമായിട്ടുള്ള വേദികളിൽ കോൺഗ്രസിന്റെ റാലികളിൽ നടത്തിയിട്ടുള്ളത്. അതിന് തീർത്തും വിപരീതമായ നിലപാട്, കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാട്, പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളെ പ്രശംസിക്കുന്നതും ഭാരതത്തിന്റെ തീരുമാനവും നടപടികളും എത്രത്തോളം വിജയമായിരുന്നു എന്ന പ്രതികരണങ്ങളുമാണ് ഈ വിദേശ പര്യടന സംഘത്തിൽ അംഗങ്ങളായിരുന്ന ശശി തരൂരും സൽമാൻ ഖുർഷിദും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും നടത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ പൂർണ്ണമായും വെട്ടിലാക്കുമെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ശശി തരൂരും സൽമാൻ ഖുർഷിദും ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് നടത്തിയിട്ടുള്ളത്. കൂടാതെ ഈ പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തിയിട്ടുള്ള അംഗങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിനുള്ള അനുമതി ഹൈക്കമാൻഡിനോട് ചോദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലും യാതൊരു തരത്തിലുമുള്ള മറുപടിയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നൽകിയിട്ടില്ല. അത്തരത്തിൽ രാജ്യ താൽപര്യത്തിനനുസൃതമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് പോലും കോൺഗ്രസിന്റെ അംഗങ്ങളെ, കോൺഗ്രസ് MP-മാരെ, കോൺഗ്രസ് നേതാക്കളെ വിലക്കുന്ന സമീപനമാണിപ്പോൾ ഹൈക്കമാൻഡ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതം കീഴടങ്ങി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചപ്പോൾ ഭാരതം കീഴടങ്ങി എന്ന പ്രസ്താവനയായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഭോപ്പാലിൽ നിന്നുകൊണ്ട് നടത്തിയത്. അതിന് രൂക്ഷമായിട്ടുള്ള മറുപടി കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളും നൽകിയിരുന്നു. കീഴടങ്ങാൻ ഇത് പഴയ ഭാരതമല്ല, നവഭാരതം. രാജ്യത്ത് എല്ലാ തരത്തിലും വിജയക്കൊടി പാറിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. പാകിസ്ഥാനും ഭീകരശക്തികൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം നൽകിയിട്ടുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായ മറുപടി രാഹുലിന് നൽകിയിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാട് സൽമാൻ ഖുർഷിദും ശശി തരൂരും ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുക്കുകയും അത് വിദേശ രാജ്യങ്ങളിലെ വേദികളിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി ഉറക്കെ സംസാരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഭാരതത്തിൽ തിരിച്ചെത്തിയ ഇവരോട് വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ യാത്രയുടെ വിശദാംശങ്ങളും ആനന്ദ് ശർമ്മയിൽ നിന്ന് മാത്രമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആരാഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ കോൺഗ്രസ് നൽകിയിട്ടുള്ള 4 പേരുടെ പട്ടികയിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരാണ് അത്തരത്തിൽ തീരുമാനം പ്രധാനപ്പെട്ടവരെ അല്ലെങ്കിൽ വിദേശ വേദികളിൽ സംസാരിക്കാനും അതിന് കഴിവും അതിന് സാധ്യതയുമുള്ള MP-മാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലും വലിയ ചോദ്യം ഉയർന്നിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ആ കോൺഗ്രസ് നൽകിയിട്ടുള്ള 4 പേരുടെ പട്ടികയിൽ ആദ്യം ഉൾപ്പെടുത്തേണ്ടത് പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ പേരായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസ് രാഹുലിൻ്റെ പേര് ഈ സർവകക്ഷി സംഘത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച അംഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വലിയ ചോദ്യവും ഉയർത്തിയിരുന്നു. കോൺഗ്രസ് നൽകിയ പേരിൽ നിന്ന് ആനന്ദ് ശർമ്മയെ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ വിദേശ പര്യടനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റു നേതാക്കൾ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കുകയും അവർ വിദേശ വേദികളിൽ നിന്നുകൊണ്ട് ഭാരതത്തിന് വേണ്ടി ഉറക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. തിരിച്ചെത്തിയ അവരോട് വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന നിർദ്ദേശമാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മുൻപോട്ട് വെച്ചിട്ടുള്ളത്.